ടീച്ചറെ പണി പാളിയേ പാളിയേ പണി പാളിയേ ടീച്ചറെ പണി പാളിയേ പാളിയേ പണി പാളിയേ. എന്തെല്ലാം സ്വപ്നങ്ങളും എന്തെല്ലാം മോഹങ്ങളുമായിട്ടാണ് ശശികല ടീച്ചർ വരുന്നത്. ഒരൊറ്റ നിമിഷം കൊണ്ട് ഇതെല്ലാം അസ്തമിച്ചു പോകണല്ലേ. ശശികല ടീച്ചർ കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റുകൾ ശ്രദ്ധിച്ചില്ലല്ലേ? മലപ്പുറത്ത് ഇടമണ്ണക്കടുത്ത് കൊളപ്പാട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രഭാത കീർത്തനത്തെ ചൂണ്ടി UDF എന്ന ലേബിളിൽ ചിലർ മുദ്രാവാക്യം വിളിക്കുന്നു. ഈ അമ്പലത്തിൽ രാവിലെ വെക്കുന്ന പാട്ട് അതിന്റെ ശബ്ദം കുറക്കണം, നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് UDF എന്ന ലേബിളിൽ UDF എന്നല്ല പറഞ്ഞ്, അത് മലപ്പുറം ജില്ല ആയതുകൊണ്ട് UDF എന്ന ലേബിളിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല ആരെയാണ്. അങ്ങനത്തെ ഒരു പ്രത്യേക വിഭാഗം അവരുടെ പാട്ട് നിർത്തിക്കാൻ നോക്കിയെന്നുള്ളതാണ് സംഭവം. ഈ ന്യൂസ് 18 പോയി അവിടെ നിന്ന് അന്വേഷിച്ച് എന്താണ് സംഗതി എന്ന് അപ്പോഴല്ലേ കാര്യം പുറത്തു വരുന്നത്. ക്ഷേത്രത്തിൽ പാട്ട് വെക്കുന്നതിനെതിരെ UDF എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചാരണത്തിനെതിരെ മലപ്പുറം എടവണ്ണ കൊളപ്പാട് വിഷ്ണു ക്ഷേത്ര കമ്മിറ്റിയും പ്രദേശത്തെ UDF നേതൃത്വവും രംഗത്ത്. UDF നേതൃത്വം മാത്രമല്ല, അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയും കൂടെ അവരുടെ പേരിലാണ് ഒരു വ്യാജം. മതസൗഹാർദ്ദത്തിന് പേര് കേട്ട എല്ലാ സമുദായങ്ങളും അന്യോന്യം പരസ്പരം പാരസ്പര്യത്തിലും സ്നേഹത്തിലും ജീവിക്കുന്ന മലപ്പുറത്തൊരു ക്ഷേത്രത്തിൽ മലപ്പുറം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഹൈപ്പ് കിട്ടും. അങ്ങനെ ടീച്ചറൊക്കെ ഇങ്ങനെ അടിച്ചങ്ങോട്ട് തമർത്തി എല്ലാ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും വെച്ച് കീച്ചു കൊടുത്ത് അവസാനം ഇത് ആരെ ഈ പരാതി കൊടുത്തതെന്നല്ലേ, അതാണ് രസം. പരാതി കൊടുത്ത ആളെ കാണുമ്പോഴാണ് രസം. പരാതിക്കാരൻ എന്താണെന്ന് വെച്ചാല് കുറെ കാലങ്ങളായിട്ട് അമിതമായിട്ട് ശബ്ദത്തിൽ പാട്ട് വെച്ചിട്ട് ഞങ്ങളിവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ നടക്കുന്നത്. അത് ക്ഷേത്ര സമിതി മുഴുവൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇതേപോലെ പല സമയത്തും അവരോട് നേരിട്ട് പറഞ്ഞു. എടവണ്ണ പോലീസ് DGP വരെയുള്ള ഓഫീസേഴ്സിന് പരാതി കൊടുത്തു. അപ്പൊ പരാതി കൊടുക്കുമ്പം ഇവരെ കണ്ടമാനം പരാതി കൊടുത്ത് ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവരുടെ ടോൺ വരുന്നത്. അവസാനം ഇപ്പം RDOയുടെ അടുത്ത് പരാതി കൊടുത്തതിന്റെ ഫലമായിട്ട് തഹസിൽദാർ അടുത്തുനിന്ന് 50 ഡെസിബലിന്റെ താഴത്തെ വെക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഇവര് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇവർ 50 ഡെസിബൽ ക്രമീകരിച്ചത് ആംപ്ലിഫയറിന്റെ മുകളിൽ സെല്ലോ ടാപ്പ് ഒട്ടിച്ച് പകുതി വോളിയം കൺട്രോൾ ചെയ്തിട്ടാണ് വീഡിയോ കാണിച്ചു കൊടുത്തത്. യഥാർത്ഥത്തിൽ 50 ഡെസിബൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ശബ്ദമാണ്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ രീതിയിൽ ക്രമീകരിക്കുന്നതിന് ഇവിടെ ബുദ്ധിമുട്ടുമില്ല. അതായത് പല രീതിയിൽ സുഖമില്ലാത്ത അച്ഛനും അമ്മയും അതേപോലെ ചെറിയ കുട്ടിയൊക്കെ ഉള്ള വീടാണ്. അപ്പൊ ഇത്രയും 10-20 മീറ്റർ ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഈ ബോക്സ് നമുക്ക് ശല്യമാണെന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അതിൽ പാട്ട് വെക്കുന്നതിന് ഞങ്ങൾ എതിരല്ല, ഞങ്ങൾ വിശ്വാസമുള്ളവരാണ്. ക്ഷേത്രാചാരങ്ങളെ ഞങ്ങൾ അനുവർത്തിക്കുന്നവരാണെന്നൊക്കെ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നുണ്ട്. ഒറ്റ കാര്യം മാത്രം ടീച്ചർ ചിന്തിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആയിരക്കണക്കിന് പള്ളികളിലെ ബാങ്കുമായി ബന്ധപ്പെട്ട് പല ഇടത്തും പരാതി പോയി. ഇന്നേ വരെ ഒരു മുസൽമാൻ ക്ഷേത്രത്തിലെ പാട്ടുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ഇത് നിർത്തലാക്കണം, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു പരാതി അരപ്പരാതി കൊടുക്കത്തില്ല. കാരണം ഇതെല്ലാം ചേരുന്ന ഈ ബഹസ്വര സമൂഹത്തിൽ ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ നാടിൻ്റെ ഗ്രഹാതുരത്വം എന്ന് മനസ്സിലാക്കുന്നവരെ ഞങ്ങളെവിടെയും പരാതി പറയാൻ പോകില്ല. ഇതിനു മുമ്പ് ഒരു തന്നെ മൂക്കിടിച്ച് പരത്തിയായിരുന്നു. എൻ്റെ കിടപ്പുണ്ട വീഡിയോ. ഇതുപോലെ ശബ്ദം കുറക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മൂക്കിടിച്ച് പരത്തി എൻ്റെ മൂക്കിൽ നിന്ന് ചോരയൊക്കെ വരുന്നത്. അവൻ ലൈവ് ഇട്ട വീഡിയോ എൻ്റെ ഇപ്പോഴും കിടപ്പുണ്ട്. അഹാന കൃഷ്ണ ഇത് തന്നെയല്ലേ പറഞ്ഞത്, കൃഷ്ണകുമാറിനെ BJP നേതാവ് കൃഷ്ണ. എന്നിട്ട് UDF എന്ന ലേബിളിൽ ഈ മലപ്പുറത്ത് UDF എന്ന ലേബിളിൽ ടീച്ചറെ പണി പാളിയേ പാളിയേ പണി പാളിയേ ടീച്ചറെ പണി പാളിയേ പാളിയേ. ഞാൻ അടുത്ത നെക്സ്റ്റ് പരിപാടിയായിട്ട് വാ നോക്കാം.